നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആശയക്കുഴപ്പങ്ങളുണ്ടാകാം. സ്നേഹവും അംഗീകാരവും സന്തോഷവും തേടി നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് ഹൃദയഭേദകമായ അനുഭവങ്ങളിലോ ചിലപ്പോൾ കെണികളിലോ കലാശിക്കാറുമുണ്ട്. 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആർതർ ഷോപ്പൻഹോവർ എന്ന തത്വചിന്തകൻ സ്ത്രീ സ്വഭാവത്തെക്കുറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തി. ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഈ വീഡിയോയുടെ അവസാനം എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയതെന്നും എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കേണ്ടതെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇത് കേവലമൊരു തർക്കവിഷയം മാത്രമല്ല, മിക്ക പുരുഷന്മാർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രഹസ്യ താക്കോലാണിത്. അതിനാൽ ഇത് ശ്രദ്ധയോടെ കാണുക. കാരണം നിങ്ങൾ അറിയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഷോപ്പൻഹോവർ കെട്ടുകഥകളിൽ വിശ്വസിച്ചിരുന്നില്ല. സ്നേഹം എന്താണെന്ന് അദ്ദേഹം വ്യക്തമായി കണ്ടു. അതൊരു ആത്മീയ ബന്ധമോ വിധിനിർണയമോ ആയിരുന്നില്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു ബയോളജിക്കൽ ട്രിക്കായിരുന്നു. പ്രത്യുൽപാദനം എന്ന ഒറ്റ ലക്ഷ്യത്തിനായി രൂപകൽപ്പന ചെയ്ത നിഷ്കരുണമായ ഒരു ഇല്യൂഷനായിരുന്നു അത്. ഇതാണ് അസ്വസ്ഥകരമായ സത്യം. നിങ്ങൾക്ക് ആ തീവ്രമായ ആകർഷണം, ആ ഒബ്സസീവായ ആഗ്രഹം, അവൾ തന്നെയാണ് എന്റെ ലോകമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം അവരുടെ ആത്മാവുമായി ബന്ധപ്പെടുകയല്ല ചെയ്യുന്നത്. പകരം അത് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഫെർട്ടിലിറ്റി, ജനറ്റിക് കമ്പാറ്റിബിലിറ്റി, അതിജീവനത്തിനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം ഉപബോധ മനസ്സിൽ വിലയിരുത്തുന്നു. സ്ത്രീകളുടെ ആകർഷണവും ഇതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരുടെ മുൻഗണനകൾ വ്യത്യസ്തമായിരിക്കും. ഷോപ്പൻഹോവർ എഴുതി, സ്നേഹമെന്നത് മിക്ക എല്ലാ മനുഷ്യ പ്രയത്നങ്ങളുടെയും ആത്യന്തികം ലക്ഷ്യമാണ്. ഇത് ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും പ്രധാനമാണ്. പക്ഷേ അദ്ദേഹം അത് റൊമാന്റിക് ആയിരുന്നില്ല ഉദ്ദേശിച്ചത്. അതൊരു കെണിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ലക്ഷ്യം നിറവേറ്റുന്ന നിമിഷം മാഞ്ഞുപോകുന്ന ഒരു ക്ഷണികമായ രാസകരമായ ലഹരി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നീട് രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീക്ക് വേണ്ടി എത്ര പുരുഷന്മാർ സ്വയം നശിച്ചു. ആവേശം കെട്ടടങ്ങുമ്പോൾ എത്ര വിവാഹബന്ധങ്ങൾ തകർന്നു വീഴുന്നു. ഇതൊന്നും യാദൃച്ഛികമല്ല, ഇത് പ്രകൃതിയുടെ ഡിസൈനാണ്. സ്ത്രീകൾ പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഫെയർനെസ്, ലോയൽറ്റി അല്ലെങ്കിൽ ലോജിക് അടിസ്ഥാനമാക്കിയല്ല. അവർ പുരാതനമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രോഗ്രാം പിന്തുടരുന്നു. അത് സ്റ്റേറ്റസ്, സെക്യൂരിറ്റി, ജനറ്റിക് സുപ്പീരിയോറിറ്റി എന്നിവ തേടാൻ ജനിതകമായി സജ്ജീകരിച്ചതാണ്. ഈ കാര്യങ്ങൾ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പുരുഷന്റെ ഭക്തിക്ക് യാതൊരു വിലയുമില്ല. ഷോപ്പൻഹോവർ ഇത് വ്യക്തമായി കണ്ടു. സ്ത്രീകൾ അപൂർവമായ യുക്തിയാൽ നയിക്കപ്പെടുന്നു. അവർ സഹജാവബോധത്താലും വികാരങ്ങളാലും ഭരിക്കപ്പെടുന്നു. ഇത് മിസോജിനിയല്ല, ഇത് വെറും ഒബ്സർവേഷനാണ്. ഡേറ്റിംഗ് ആപ്സിലേക്ക് നോക്കൂ. അവിടെ 80% സ്ത്രീകൾ ടോപ്പ് 20% പുരുഷന്മാർക്ക് വേണ്ടി മത്സരിക്കുന്നു. ഡിവോഴ്സ് കോർട്ടുകളിലേക്ക് നോക്കൂ. അവിടെ പ്രതിബദ്ധതയ്ക്ക് സാമ്പത്തിക നാശമാണ് പ്രതിഫലം. രാജാക്കന്മാർ തങ്ങളെ വഞ്ചിച്ച വെപ്പാട്ടികൾക്ക് വേണ്ടി മരിച്ച ചരിത്രത്തിലേക്ക് നോക്കൂ. ബയോളജി മാറാത്തതുകൊണ്ട് പാറ്റേൺ മാറുന്നില്ല. മിക്ക പുരുഷന്മാരും സ്നേഹം പരസ്പരമാണെന്നും വേണ്ടത്ര ത്യാഗം ചെയ്താലും വേണ്ടത്ര ശ്രദ്ധിച്ചാലും തങ്ങളുടെ മൂല്യം തെളിയിച്ചാൽ അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ഷോപ്പൻഹോവർ മുന്നറിയിപ്പ് നൽകി, സ്നേഹം ലഭിക്കാൻ ഒരാൾ നീതിമാനായാൽ പോരാ, ക്ലെവർ ആയിരിക്കണം. സ്ത്രീകൾക്ക് നല്ലവരെ ഇഷ്ടമല്ല, അവർക്ക് ശക്തന്മാരെയാണ് ഇഷ്ടം. അത് ശാരീരികമായ ശക്തി മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായ ശക്തിയാണ്. അതുകൊണ്ടാണ് ഗുഡ് ഗൈ എപ്പോഴും ലാസ്റ്റ് ആവുന്നത്. അവൻ യോഗ്യനല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഗെയിമിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. സേവനത്തിലൂടെയാണ് സ്നേഹം നേടുന്നത് എന്നവൻ കരുതുന്നു. സ്ത്രീകൾ സഹജാവബോധമനുസരിച്ച് സേവനം ഇല്ലാത്ത പുരുഷന്മാരോടാണ് ആകർഷിക്കപ്പെടുന്നത്. ഒരു പുരുഷനെ സ്വന്തമാക്കിയാൽ സ്ത്രീകൾക്ക് താല്പര്യം നഷ്ടപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചീസ് എങ്ങനെ വിപരീതമാകുന്നു? ഷോപ്പൻഹോവർ ഇതിനെ ട്രാജഡി ഓഫ് പൊസഷൻ എന്ന് വിളിച്ചു. ആവേശം കൈവശം വെക്കുന്നതിലല്ല, കീഴടക്കുന്നതിലാണ്. ഒരിക്കൽ കീഴടക്കൽ കഴിഞ്ഞാൽ ബയോളജി അടുത്തതിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ടാണ് അമിതമായി ഒട്ടിപ്പിടിക്കുന്ന, തന്റെ ലോകത്തിന്റെ കേന്ദ്രമായി അവളെ മാറ്റുന്ന പുരുഷന്മാരെ അവൾ ഉപേക്ഷിച്ചു പോകുന്നത്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് സ്ത്രീകളുടെ തെറ്റല്ല, ഇത് പ്രകൃതിയുടേതാണ്. ഇത് മനസ്സിലാക്കുന്ന പുരുഷൻ കുറ്റം പറയുന്നത് നിർത്തുന്നു. അവൻ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങുന്നു. ഷോപ്പൻഹോവറിന്റെ പാഠം സ്ത്രീകളെ വെറുക്കാനല്ല, അവരെ വ്യക്തമായി കാണാനും
സ്നേഹം ഒരു ഫാന്റസിയല്ല, അതൊരു നെഗോഷിയേഷനാണെന്ന് തിരിച്ചറിയാനുമാണ്. ബലഹീനതയിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്ന പുരുഷൻ എല്ലാ തവണയും തോൽക്കും. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം അടുത്ത സത്യം ഇതിലും ഇരുണ്ടതാണ്. ആധുനിക പുരുഷന്മാർ എല്ലാ മേഖലകളിലും എങ്ങനെയാണ് തോൽപ്പിക്കപ്പെടുന്നതെന്നും അതെങ്ങനെ മാറ്റിയെഴുതാമെന്നും ഇത് വിശദീകരിക്കുന്നു. തുടർന്ന് കാണുക. കാരണം അടുത്തത് കേൾക്കുമ്പോൾ മിക്ക പുരുഷന്മാരും തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കള്ളം കേട്ട് ജീവിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയും. ഷോപ്പൻഹോവർ ആധുനിക പുരുഷന്മാർക്ക് പോലും സമ്മതിക്കാൻ കഴിയാത്ത ഒരു കാര്യം കണ്ടു. അട്രാക്ഷന്റെ നിയമങ്ങൾ ഫെയർ അല്ല, അത് ലോജിക്കലല്ല, അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലവുമല്ല. ആധുനിക സമൂഹം ഇക്വാലിറ്റിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ബയോളജി വ്യത്യസ്തമായ നിയമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് അവഗണിക്കുന്ന പുരുഷൻ ഇതിനകം തോറ്റുപോയിരിക്കുന്നു. ഇതാണ് ക്രൂരമായ യാഥാർത്ഥ്യം. ബന്ധങ്ങളിൽ സ്ത്രീകൾക്ക് അൾട്ടിമേറ്റ് ലിവറേജ് ഉണ്ട്. അവർ ക്രൂരരായതുകൊണ്ടല്ല, മറിച്ച് പ്രകൃതി അവരെ സെലക്ടേഴ്സായി രൂപകൽപ്പന ചെയ്തതുകൊണ്ടാണ്. പ്യൂബർട്ടി ആരംഭിക്കുന്ന നിമിഷം മുതൽ ഒരു സ്ത്രീയുടെ മൂല്യം സെക്ഷൽ മാർക്കറ്റിൽ അതിന്റെ ഉന്നതിയിലെത്തുമ്പോൾ ഒരു പുരുഷന്റെ മൂല്യം സ്ട്രഗിൾ, സ്റ്റേറ്റസ്, സർവൈവൽ എന്നിവയിലൂടെ കെട്ടിപ്പടുക്കണം. ഷോപ്പൻഹോവർ ഇത് തുറന്നു പറഞ്ഞു. സ്ത്രീകൾ നമ്മുടെ കുട്ടിക്കാലത്തെ നഴ്സുകളും ടീച്ചറുകളുമാകാൻ അനുയോജ്യരാണ്. കാരണം അവർ തന്നെ കുട്ടികളെപ്പോലെ ചൈൽഡിഷ്, ഫ്രിവളസ്, ഷോർട്ട് സൈറ്റഡ് എന്നിവയാണ്. അദ്ദേഹം അവരെ അപമാനിക്കുകയായിരുന്നില്ല. ഒരു ഇവല്യൂഷണറി ട്രൂത്ത് അദ്ദേഹം എടുത്തു കാണിച്ചു. ഒരു സ്ത്രീയുടെ യുവത്വവും സൗന്ദര്യവും അവളുടെ കറൻസിയാണ്. അതെങ്ങനെ ചിലവഴിക്കണമെന്ന് അവൾക്ക് സഹജാവബോധമായി അറിയാം. ചുറ്റും നോക്കുക. ഇന്നത്തെ സാധാരണ പുരുഷൻ ഒരു പാരഡോക്സിൽ മുങ്ങിത്താഴുകയാണ്. വൈകാരികമായി വൾണറബിൾ ആകാൻ അവനോട് പറയുന്നു. അതേസമയം സ്ത്രീകൾ ഇപ്പോഴും ഡോമിനൻസ് തേടുന്നു. പാരമ്പര്യ പൗരുഷത്തിനായി ആഗ്രഹിച്ചതിന് അവനെ ലജ്ജിപ്പിക്കുന്നു. അതേസമയം ശക്തന്മാരായ ആൽഫകൾ ഇപ്പോഴും ഡേറ്റിംഗ് ആപ്പുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഡിവോഴ്സ് കോർട്ടുകളും പറ്റേണിറ്റി ടെസ്റ്റുകളും നൽകുന്ന ഒരു വ്യവസ്ഥിതിയിൽ അവൻ ജോലി ചെയ്ത് തളരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷോപ്പൻഹോവർ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. സ്ത്രീകൾ കുട്ടിക്കാലത്തെ നഴ്സുകളും ടീച്ചറുകളുമാകാൻ നേരിട്ട് യോഗ്യരാണ്. കാരണം അവർ തന്നെ കുട്ടികളെപ്പോലെ ചൈൽഡിഷ്, ഫ്രീവളസ്, ഷോർട്ട് സൈറ്റഡ് എന്നിവയാണ്. ചുരുക്കത്തിൽ അവർ ജീവിതകാലം മുഴുവൻ വലിയ കുട്ടികളാണ്. പക്ഷെ ഇവിടെയാണ് ഇത് അപകടകരമാവുന്നത്. ആധുനിക സ്ത്രീകൾ തങ്ങളുടെ അധികാരം സ്വീകരിക്കുക മാത്രമല്ല, അതിനെ വെപ്പണൈസ് കൂടി ചെയ്തിരിക്കുന്നു. സോഷ്യൽ മീഡിയ അറ്റൻഷനെ ഒരു എക്കോണമിയാക്കി മാറ്റിയിരിക്കുന്നു. സാധാരണ പുരുഷൻ ശമ്പളമില്ലാത്ത തൊഴിലാളിയാണ്. അവൻ സിംബ് ചെയ്യുന്നു, അവൻ ചുറ്റും കറങ്ങുന്നു. അവനോട് ഒരിക്കലും കമ്മിറ്റ് ചെയ്യാത്ത സ്ത്രീകളിൽ നിന്ന് അംഗീകാരത്തിനുള്ള തുണ്ടുകൾക്കായി അവൻ മത്സരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവനൊരു നുണ വിൽക്കപ്പെട്ടു. ഭക്തി മാത്രം മതിയെന്ന്. ഡേറ്റിംഗ് ആപ്സും അഡ്മയർ മീ ടൂകളും വരുന്നതിന് മുമ്പ് തന്നെ ഷോപ്പൻഹോവർ ഈ കെണി കണ്ടു. സ്ത്രീകൾക്ക് യഥാർത്ഥ സ്നേഹം നൽകാൻ കഴിയാത്ത വിധം വ്യവസ്ഥിതമായി പരിശീലിക്കപ്പെടുന്നു. ഇത് കഠിനം തോന്നിച്ചേക്കാം, പക്ഷേ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് സത്യമാണെന്ന് തോന്നും. സ്ത്രീകളുടെ സ്നേഹം കണ്ടീഷണലാണ്. അത് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പുരുഷനെ അവൻ ആരാണെന്നതിന് സ്നേഹം ലഭിക്കുന്നില്ല, മറിച്ച് അവൻ എന്താണ് നൽകുന്നത് എന്നതിനു വേണ്ടിയാണ്. അവൻ നൽകുന്നത് നിർത്തുന്ന നിമിഷം സ്നേഹം മാഞ്ഞുപോകുന്നു. ഇത് സിനിസിസമല്ല, ഇത് സർവൈവലാണ്. സ്ത്രീകൾക്ക് സാധ്യമായ ഏറ്റവും മികച്ച മെയ്റ്റിനെ തേടാൻ ബയോളജിക്കലി വയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു പുരുഷൻ സ്റ്റാഗ്നേറ്റ് ചെയ്താൽ അവൾക്ക് അവനോട് വെറുപ്പ് തോന്നും. അവൻ പിന്നോട്ടു പോയാൽ അവൾ അവനെ റീപ്ലേസ് ചെയ്യും. ആധുനിക സമൂഹം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഷോപ്പൻഹോവർ പുരുഷന്മാരെ 2 കാറ്റഗറികളായി തിരിച്ചു: സേവിക്കുന്നവരും സേവിക്കപ്പെടുന്നവരും. ബീറ്റാമെയിൽ തന്റെ മൂല്യം തെളിയിക്കാൻ ശ്രമിച്ച് സ്വയം തളരുന്നു. ആൽഫ എഫേർട്ട്ലെസ്ലി മൂല്യം കൽപ്പിക്കുന്നു. ഒരാൾ ലോയൽറ്റിക്കായി യാചിക്കുന്നു, മറ്റേയാൾക്ക് ഒബ്സഷൻ തോന്നുന്നു. ഇത് നിങ്ങൾ എല്ലായിടത്തും കാണുന്നു. തന്റെ ഭാര്യയ്ക്ക് വീണ്ടും ബഹുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രമോഷനായി ആരോഗ്യം തികയ്ക്കുന്ന ഓഫീസ് വർക്കർ. ശരീരം മാറ്റിമറിച്ച ജിംറാറ്റ് സ്ത്രീകൾക്ക് അവനിപ്പോൾ സെക്സിന് മാത്രം മതിയെന്ന് മനസ്സിലാക്കുന്നു, കമ്മിറ്റ്മെന്റിനല്ല. ഉയർന്ന സ്റ്റാറ്റസ് ഉള്ള ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെടുന്ന നിമിഷം തന്നെ ഗോസ്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി തന്റെ പേയ്ചെക്ക് ചെലവഴിക്കുന്ന സിംബ്. ഈ പുരുഷന്മാർ വിക്ടിംസ് അല്ല, അവർ സ്വമേധയാ പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ഷോപ്പൻഹോവർ പ്രശ്നം കണ്ടെത്തിയെന്ന് മാത്രമല്ല, പരിഹാരവും വെളിപ്പെടുത്തി. അതിജീവനത്തിന്റെ ആദ്യ നിയമം ലോകത്തെ അതെങ്ങനെയാണോ അങ്ങനെ കാണുക എന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് തോന്നുന്നത് പോലെയല്ല. ഇന്ന് വിജയിക്കുന്ന പുരുഷൻ കാലഹരണപ്പെട്ട റൊമാന്റിസിസത്തിൽ പിടിച്ചു നിൽക്കുന്നവനല്ല, ഗെയിമിനെ മാസ്റ്റർ ചെയ്യുന്നവനാണ്. അവസാന സത്യം: ഗെയിമിൽ ക്രമക്കേടുകളുണ്ട്,
പക്ഷേ നിങ്ങൾ തെറ്റായ നിയമങ്ങൾ അനുസരിച്ചാണ് കളിക്കുന്നതെങ്കിൽ മാത്രം. ഇവിടെയാണ് മിക്ക പുരുഷന്മാരും ഗിവപ്പ് ചെയ്യുന്നത്. കാരണം അടുത്ത സത്യം വിഴുങ്ങാൻ ഏറ്റവും പ്രയാസമുള്ളതാണ്. അത് സ്ത്രീകളെക്കുറിച്ചല്ല, അത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ അതിനെ നേരിടുന്ന നിമിഷം എല്ലാം മാറുന്നു. ആധുനിക സൈക്കോളജി ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന ഒരു അസ്വസ്ഥജനകമായ സത്യം ഷോപ്പൻഹോവർ കണ്ടെത്തി. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ മത്സരിക്കുന്നില്ല. അവർ നിങ്ങളെ നേരിട്ട് വെല്ലുവിളിക്കുന്നില്ല. നിങ്ങൾ കാണുന്നിടത്ത് അവർ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നില്ല. അവരുടെ ഏറ്റവും വലിയ ആയുധം അദൃശ്യവും സഹജാവബോധപരവും അതിശക്തമായി ഫലപ്രദവുമാണ് ഇമോഷണൽ ഇൻഫ്ലുവൻസ്. പുരുഷന്മാർ മുഷ്ടി കൊണ്ടോ ലോജിക്ക് കൊണ്ടോ യുദ്ധം ചെയ്യുമ്പോൾ സ്ത്രീകൾ പെർസെപ്ഷനിലൂടെ യുദ്ധം ചെയ്യുന്നു. അവർ കീഴടക്കുന്നില്ല, അവർ യാഥാർത്ഥ്യത്തെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇത് പരിഗണിക്കുക. ഒരു പുരുഷന് എന്തെങ്കിലും വേണമെങ്കിൽ അവനത് ഡിമാൻഡ് ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നിങ്ങളുടെ ഐഡിയയാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നു. ഷോപ്പൻഹോവർ ഇത് വ്യക്തമായി കണ്ടു. സ്ത്രീകൾക്ക് ശാരീരിക ശക്തിയില്ലാത്തതുകൊണ്ട് നിഷ്ക്രിയ ജീവിതത്തിന് അനുയോജ്യരാണ്. കൂടാതെ അവരുടെ സ്വാഭാവികമായ പ്രവണതയോടെ കുട്ടികളെ പരിപാലിക്കാൻ. അതിനാൽ അവർ പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രസന്റ് മൊമെന്റിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ പ്രസന്റ് മൊമെന്റ് ഫോക്കസ് അവർക്ക് അപകടകരമായ ഒരു നേട്ടം നൽകുന്നു. അവർ മൈക്രോ എക്സ്പ്രഷൻസ്, ടോൺ ഷിഫ്റ്റ്സ് എന്നിവയെക്കുറിച്ച് ഏതാണ്ട് അമാനുഷിക കൃത്യതയോടെ വായിക്കുന്നു. ഒരു പുരുഷൻ താനൊരു കോൺവെർസേഷൻ നടത്തുകയാണെന്ന് കരുതുന്നു. ഒരു സ്ത്രീ ഒരു ഇന്ററോഗേഷൻ നടത്തുകയാണ്. ആധുനിക പുരുഷന്മാർ തങ്ങളുടെ റിലേഷൻഷിപ്പുകളുടെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് തെറ്റ്. ആദ്യ ഡേറ്റ് മുതൽ ഡിവോഴ്സ് പേപ്പേഴ്സ് വരെ സ്ത്രീകൾ സൂക്ഷ്മമായ പരിശോധനകളിലൂടെ ഇടപെടലിനെ നയിക്കുന്നു. മിക്ക പുരുഷന്മാരും അതറിയാതെ തന്നെ പരാജയപ്പെടുന്നു. ദ കംപ്ലയിൻസ് ടെസ്റ്റ്. നിങ്ങൾ എത്ര വേഗത്തിൽ നിങ്ങളുടെ സ്കെഡ്യൂൾ അവൾക്ക് വേണ്ടി മാറ്റുന്നു. ദ ഫ്രെയിം ടെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവോ അതോ അവളുടെ വികാരങ്ങൾക്ക് വഴങ്ങുന്നുവോ. ദ ഇൻവെസ്റ്റ്മെന്റ് ടെസ്റ്റ്. അവൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവളെ പിന്തുടരുന്നുണ്ടോ. ഷോപ്പൻഹോവർ മുന്നറിയിപ്പ് നൽകി. സ്ത്രീകൾ സഹജമായി തന്ത്രശാലികളാണ്. വഞ്ചനയിൽ അവർക്ക് ജന്മസിദ്ധമായ കഴിവുണ്ട്. ഇത് ദുഷ്ടിതയല്ല, ഇത് എവല്യൂഷണറി പ്രോഗ്രാമിംഗ് ആണ്. ശാരീരിക ശക്തി അതിജീവനത്തിന് ഉറപ്പു നൽകാത്ത ഒരു ലോകത്ത് ഇമോഷണൽ ഇന്റലിജൻസ് അന്തിമമായ കറൻസിയായി മാറി. പുരുഷ സൈക്കോളജിയെ നയിക്കാൻ കഴിയാത്ത സ്ത്രീക്ക് അവരുടെ ജീൻസ് കൈമാറാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ആധുനിക പുരുഷന്മാർ അന്ധമായി കിണിയിൽ വീഴുന്നത്. അവർ ഒരു സ്ത്രീയുടെ അറ്റൻഷനെ യഥാർത്ഥ ഇൻട്രസ്റ്റായി തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഷോപ്പൻഹോവർ ഇരുണ്ട യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. തങ്ങളെ ആവശ്യമില്ലാത്ത പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്നത്. ഒരു സ്ത്രീയെ നിങ്ങളുടെ ലക്ഷ്യമാക്കുന്ന നിമിഷം അവൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്ട് നഷ്ടപ്പെടുന്നു. ഇതുകൊണ്ടാണ് നൈസ് ഗൈസ് എപ്പോഴും ലാസ്റ്റ് ആകുന്നത്. പുരുഷന്മാർ തങ്ങളുടെ അഭിലാഷങ്ങൾ ത്യജിച്ചതിനു ശേഷം എന്തുകൊണ്ടാണ് വിവാഹബന്ധങ്ങൾ തകരുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വൈകാരികമായി അൺഅവൈലബിളായ പുരുഷന്മാരെ പിന്തുടരുന്നത്? സ്ത്രീകൾക്ക് മോശമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല. ഉയർന്ന വാല്യൂ ഉള്ള പുരുഷന്മാരെ തേടാൻ അവർക്ക് ബയോളജിക്കലി വയേർഡാണ്. നീഡിനെസ്സിനേക്കാൾ വേഗത്തിൽ മറ്റൊന്നും ഈ പെർസീവ്ഡ് വാല്യൂവിനെ നശിപ്പിക്കുന്നില്ല. ഒരു സ്ത്രീയുമായുള്ള ഏതൊരു ഇടപെടലിലും പറയാത്ത ഒരു പവർ സ്ട്രഗിൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പുരുഷന്മാരും യുദ്ധം ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ തോൽക്കുന്നു. അവൾ അക്കൗണ്ടബിലിറ്റി ഒഴിവാക്കാൻ കരയുന്നു. കംപ്ലയിൻസ് പഠിപ്പിക്കാൻ അവൾ അഫെക്ഷൻ പിൻവലിക്കുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് പരിശോധിക്കാൻ അവൾ മറ്റുള്ളവരുമായി ഫ്ലേർട്ട് ചെയ്യുന്നു. ഷോപ്പൻഹോവർ ഇതിനെ ടിറണി ഓഫ് ദി വീക്ക് എന്ന് വിളിച്ചു. സ്ത്രീകൾ തങ്ങളുടെ പെർസീവ്ഡ് വൾണറബിലിറ്റി ഉപയോഗിച്ച് ശക്തന്മാരായ എതിരാളികളെ നിയന്ത്രിക്കുന്നു. അതിൽ വീഴുന്ന ഒരു പുരുഷൻ അടിമയാകുന്നു. അത് തിരിച്ചറിയുന്ന ഒരു പുരുഷൻ തടയാനാവാത്തവനാകുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട്. ഷോപ്പൻഹോവറിന്റെ ഏറ്റവും വിമോചിപ്പിക്കുന്ന സത്യം ഇതാണ്: സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ നിയമം ചങ്ങലകളെ കാണുക എന്നതാണ്. ഒരിക്കൽ നിങ്ങൾ സ്ത്രീ സ്വഭാവം വ്യക്തിപരമല്ല ബയോളജിക്കലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വ്യക്തിപരമായി എടുക്കുന്നത് നിർത്തുന്നു. നിങ്ങൾ ലോയൽറ്റിക്ക് വേണ്ടി യാചിക്കുന്നത് നിർത്തുന്നു. അത് പ്രചോദിപ്പിക്കാൻ തുടങ്ങുന്നു. അവസാന പാഠം:
ഏറ്റവും അപകടകരമായ നുണകൾ സ്ത്രീകൾ പുരുഷന്മാരോട് പറയുന്നതല്ല, പുരുഷന്മാർ തങ്ങളോട് തന്നെ പറയുന്നതാണ്. ഷോപ്പൻഹോവറിന്റെ ഏറ്റവും വിധുനകരമായ വെളിപ്പെടുത്തൽ സ്ത്രീകളെക്കുറിച്ചല്ല, അത് മനുഷ്യ സ്വഭാവത്തിന്റെ ക്രൂരമായ ദയയില്ലാത്ത യാഥാർത്ഥ്യത്തെക്കുറിച്ചായിരുന്നു. ആകർഷണത്തിന്റെയും പവർ ഡൈനാമിക്സിന്റെയും ക്രൂരമായ സത്യങ്ങൾ വെളിപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം കൂടുതൽ വിലപ്പെട്ട ഒന്ന് വാഗ്ദാനം ചെയ്തു: വിമോചനത്തിലേക്കുള്ള പാത. ഇത് സ്ത്രീകളെ തോൽപ്പിക്കാനല്ല, ഇത് ഗെയിമിനെ പൂർണ്ണമായും ട്രാൻസെൻഡ് ചെയ്യാനാണ്. ആധുനിക പുരുഷന്മാർ ഒരു ഫെയ്റ്റൽ ഇറർ നടത്തുന്നു. സന്തോഷം സ്ത്രീകളുടെ വാലിഡേഷനിൽ നിന്നാണ് വരുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. ഷോപ്പൻഹോവർ ഈ ഇല്യൂഷൻ കണ്ടു. നമ്മിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ വലുതാണ്. വിജയിക്കുന്ന പുരുഷന്മാർ സ്ത്രീകളെ കീഴടക്കുന്നവരല്ല, മറിച്ച് സ്വയം കീഴടക്കുന്നവരാണ്. അവരൊരു പേർപ്പസ് വികസിപ്പിക്കുന്നു, അത്രയധികം ആകർഷകവും ആന്തരികമായി പ്രതിഫലകരവുമാകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അറ്റൻഷൻ ഒരു മനോഹരമായ ബോണസായി മാറുന്നു, അല്ലാതെ ജീവൻ മരണ നിയമമല്ല. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ പുരുഷന്മാർ, കലാകാരന്മാർ, കണ്ടുപിടുത്തക്കാർ, യോദ്ധാക്കൾ ചേസിൽ ശ്രദ്ധ വ്യതിചലിപ്പിച്ചില്ല. അവർ എംപയർ കെട്ടിപ്പടുക്കുന്നതിൽ തിരക്കായിരുന്നു. ഇതാണ് അചഞ്ചലമായ പൗരുഷത്തിന്റെ 3 തൂണുകൾ. എക്കണോമിക് സോവർണിറ്റി. പണമെന്നത് അമൂർത്ത മനുഷ്യന്റെ സന്തോഷമാണെന്ന് ഷോപ്പൻഹോവർ മുന്നറിയിപ്പ് നൽകി. അത് വാങ്ങുന്നതിനല്ല, അത് ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനാണ്. തന്റെ ഫൈനാൻസുകൾ നിയന്ത്രിക്കുന്ന പുരുഷൻ തന്റെ വിധി നിയന്ത്രിക്കുന്നു. ഫിലോസഫിക്കൽ ഡെപ്ത്. മിക്ക പുരുഷന്മാരും ഓട്ടോ പൈലറ്റിൽ ജീവിക്കുന്നു. അസാധാരണമായ പുരുഷൻ സാമൂഹിക നുണകളെ മുറിച്ചുമാറ്റാൻ മാത്രം മൂർച്ചയുള്ള ഒരു മനസ്സ് വളർത്തുന്നു. അവൻ വായിക്കുന്നു, വാദങ്ങളിൽ ഏർപ്പെടുന്നു, സ്വന്തം ചിന്തിക്കുന്നു. ഫിസിക്കൽ മാസ്റ്ററി. ശരീരം ആകർഷണത്തിനുള്ള ഒരു ടൂൾ മാത്രമല്ല, അത് നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ വാഹകമാണ്. ഇവിടെയുള്ള ബലഹീനത എല്ലായിടത്തും ബലഹീനത വളർത്തുന്നു. ഇവിടെയാണ് ഷോപ്പൻഹോവറിന്റെ ജ്ഞാനം വിപ്ലവകരമാകുന്നത്. വളരെ ദുരിതത്തിലാകാതിരിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം വളരെ സന്തോഷവാനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. ഇത് പെസിമിസമല്ല, ഇത് ഇമോഷണൽ ആർമറാണ്. സ്നേഹത്തിനോ അംഗീകാരത്തിനോ അല്ലെങ്കിൽ ഫെയർനെസ്സിനോ വേണ്ടി യാചിക്കുന്നത് നിർത്തുന്ന ആധുനിക പുരുഷന് ഈ കാര്യങ്ങൾ തന്നിലേക്ക് വരുന്നത് പെട്ടെന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ട്? കാരണം അവൻ നിരാശരായ ജനക്കൂട്ടത്തിൽ നിന്ന് സ്വയം നീക്കം ചെയ്തിരിക്കുന്നു. അവനൊരു പ്രൈസായി മാറിയിരിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഗെയിം വ്യക്തിപരമല്ല, സഹസ്രാബ്ദങ്ങളായി നടക്കുന്ന ഒരു ബയോളജിക്കൽ തിയേറ്ററാണിത്. ഇത് തിരിച്ചറിയുന്ന പുരുഷൻ കുറ്റം പറയുന്നത് നിർത്തുന്നു, ഇവോൾവ് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ സ്ത്രീകളെ വെറുക്കുന്നില്ല, അവൻ അതിനോട് പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് അവന്റെ സ്റ്റാൻഡേർഡ്സ് പുലർത്തുകയോ അല്ലെങ്കിൽ സൈഡ് ലൈൻസിൽ നിന്ന് നോക്കിയിരിക്കുകയോ ചെയ്യേണ്ടി വരുന്നത് മാത്രം ആകർഷകമായ ഒരു ജീവിതം അവൻ കെട്ടിപ്പടുക്കുന്നു. ഷോപ്പൻഹോവറിന്റെ അൾട്ടിമേറ്റ് പാഠം: മറ്റുള്ളവരെ പോലെയാകാൻ വേണ്ടി നമ്മൾ 4/4 ഭാഗം ത്യജിക്കുന്നു. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ഇല്യൂഷനുകളെ പിന്തുടരുന്നത് തുടരുകയോ അതിന്റെ രൂപത്തിൽ സ്വയം പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു. ഈ ആശയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?